ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കന് ബീഫ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതാ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചോപ്പ് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാലകളുടെ ആ കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്ന വരെയാണൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 4 മുട്ട നന്നായിട്ട് പുഴുങ്ങി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ് ചേർത്തിട്ടുള്ളത്. ഇത് മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ പിടിക്കുന്ന വിധത്തിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ മസാലയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ചേർക്കുന്നത്. കെച്ചപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 ഭാഗത്തും ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു സ്ലൈസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഷേപ്പിൽ കിട്ടും. ഇനി ബാക്കിയുള്ള ഈ പീസ് ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ മറ്റൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഞാൻ കുറച്ചധികം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലുതായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു സ്ലൈസ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ മറ്റൊരു അടപ്പാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ. അത് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതൊന്നും കുറച്ചും കൂടെ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറ്റൊരു സ്ലൈസ് ബ്രെഡ് കൂടെ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മറ്റേ പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് ഞാൻ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസും ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസും ഉണ്ടല്ലോ, അതെടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ പീസും ആദ്യം ഒന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ പുറമേയുള്ള വശം പുറമേ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനുള്ള ടൈമൊക്കെ വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്